ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കേരള ഹൗസ് സംഘടിപ്പിക്കുന്ന രണ്ടാമത് ജലോത്സവം പരിപാടിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വള്ളംകളിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാർലോയിലെ ബാരോ നദിയുടെ തീരത്താണ് കേരള ഹൗസ് സംഘടിപ്പിക്കുന്ന ജലോത്സവം ഇപ്രാവശ്യവും നടക്കുന്നത്. ഇന്ന് വളരെ നല്ല ഒരു വെതറായതുകൊണ്ട് നല്ല രീതിയിലുള്ള ജനത്തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. മരത്തണലിലും മറ്റും ഇരുന്ന് അവർ ഈ ദിവസം ആഘോഷിക്കുകയാണ്. കേരള ഹൗസ് കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ച മത്സരത്തിന് കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ ഇത്ര ജനത്തിരക്കുണ്ടായിരുന്നില്ല. കുട്ടികളുടെ റൈഡും മറ്റും ഈ പ്രാവശ്യമുണ്ട്. കുട്ടികളതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അയർലൻഡിൻ്റെ പല ഭാഗത്തു നിന്നും ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ഈ പാർക്കിന് സമീപത്തായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ ഒരു ചെറിയ സൗകര്യം ഉണ്ട്. ഒരുപാട് പേർ അവിടെ അവരുടെ സമയം ചെലവഴിക്കുന്നുണ്ട്. അതുപോലെ ഫുഡ് കൗണ്ടറിൻ്റെ മുമ്പിൽ നല്ല തിരക്കാണ്. നേരത്തെ ഇതിലും തിരക്കുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അല്പം തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. ആൾക്കാർക്കൊക്കെ ഭക്ഷണം കിട്ടി പിരിഞ്ഞതാണെന്ന് തോന്നുന്നു. നിങ്ങൾ ഈ കാണുന്നത് ഓരോ ഹീറ്റ്സിലും ഓരോ ബോട്ടും എടുത്ത സമയമാണ്. അതായത് ഹീറ്റ്സിലെ സമയമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ മികച്ച സമയം എടുത്ത ഓരോ ബോട്ട് ക്ലബിൻ്റെയും 2 ബെസ്റ്റ് ടൈം എടുത്ത് അതിൻ്റെ ആവറേജിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാണിച്ച 3 ബോട്ട് ക്ലബ്ബുകളായിരിക്കും ഫൈനലിലേക്ക് പ്രവേശിക്കുക. ഫൈനൽ വിജയികൾക്കുള്ള ട്രോഫിയാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. അതുപോലെ മത്സരാർത്ഥികൾക്കുള്ള സേഫ്റ്റി ജാക്കറ്റ്സാണ് ഈ കാണുന്നത്. ഇന്നിവിടെ നല്ല സൺലൈറ്റ് ഉള്ളതുകൊണ്ട് നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ മത്സരത്തിന് ശേഷവും മത്സരത്തിന് മുമ്പും ടീമംഗങ്ങൾ ഇതുപോലെ മരത്തണലിൽ ഇരുന്നാണ് സമയം ചെലവഴിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിലും വിപരീതമായി ഈ വർഷം എല്ലാ ടീമുകളും തന്നെ പ്രാക്ടീസ് എടുത്തതിന് ശേഷമാണ് മത്സരത്തിന് വന്നത്. അതുകൊണ്ട് തന്നെ മികച്ച സമയം കാഴ്ചവെച്ച ഒരുപാട് ടീമുകൾ ഈ വർഷമുണ്ട്. കഴിഞ്ഞ വർഷം 60 സെക്കൻഡിൽ താഴെ സമയം രേഖപ്പെടുത്തിയ ഏതാനും ബോട്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ വർഷം 4-5 ടീമുകൾ അവരുടെ ബെസ്റ്റ് ടൈം 55 സെക്കൻഡ് വരെ ആക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫൈനലിസ്റ്റിനെ തീരുമാനിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഈ കാണുന്നത് ബോട്ട് റേസ് നടക്കുമ്പോൾ അവർ പോകുന്ന സിവിൽ ഡിഫൻസിൻ്റെ ചെറിയ ബോട്ടാണ് കാണുന്നത്. ഇൻ കേസ് എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാൽ അവരെ രക്ഷിക്കാനാണ്. അതുപോലെ ഈ റിവറിൽ ഒരുപാട് അരയന്നങ്ങളുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊരു നല്ല കാഴ്ചയാണ്. ഇതിന് ഭക്ഷണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ അടുത്തേക്ക് വരും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. ബോട്ട് റേസ് നടക്കാത്ത സമയത്ത് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇതിനെ വന്ന് ഫീഡ് ചെയ്യാറുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന ഇവിടെ നിന്നാണ് ബോട്ട് റേസിൻ്റെ സ്റ്റാർട്ടിങ്. ഓരോ ടീമംഗങ്ങളെയും അവർ പേര് വിളിച്ച് ബോട്ടിലേക്ക് കയറും. അവരുടെ പേരും അവരുടെ ഡീറ്റെയിൽസൊക്കെ രേഖപ്പെടുത്തിയതിന് ശേഷമാണ് അവരെ കയറ്റുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഈ ഡ്രാഗൺ ബോട്ട് റേസ് അസോസിയേഷനാണ്. കേരള ഹൗസ് ഇത് ഓർഗനൈസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ നടത്തിപ്പ് മുഴുവൻ ചെയ്യുന്നത് ഇവിടുത്തെ ഡ്രാഗൺ ബോട്ട് ക്ലബ്ബാണ്. ടീം വൈസ് മത്സരാർത്ഥികൾ ഇപ്പോൾ ഓരോ ബോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മത്സരാർത്ഥികളും കയറിയതിനു ശേഷം സേഫ്റ്റി ചെക്കെല്ലാം ചെയ്തതിനു ശേഷം വള്ളം റിലീസാക്കി ഇപ്പോൾ പതിയെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. ഒരേ താളത്തിൽ തുഴഞ്ഞാണ് ഇവിടം മുതലേ അവർ അങ്ങോട്ടേക്ക് പോകുന്നത്. കാണാൻ വളരെ മനോഹരമായ കാഴ്ചയാണത്. അതങ്ങ് ആ വള്ളം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പതിയെ പതിയെ പോവുകയാണ്. വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകുന്ന തുഴച്ചിലുകാരെയാണ് ഇപ്പോൾ കാണുന്നത്. ഓരോ ടീമുകൾക്കും 3 മത്സരങ്ങൾ വീതമാണ് ഹീറ്റ്സിലുള്ളത്. 3 ഹീറ്റ്സ് വീതം. അതിൽ ബെസ്റ്റ് ടൈമിലെത്തുന്ന 3 ടീമുകളെ ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കും. അങ്ങനെയാണ് ഇതിൻ്റെ മത്സര രീതി. പതിയെ പതിയെ ഓരോ വള്ളങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ കാണുന്നതാണ് വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നിങ്ങൾ ഈ കാണുന്ന ഗ്രീൻ ടീഷർട്ട് ഇട്ടവരാണ് റഫറിമാർ. സ്റ്റാർട്ടിംഗ് പോയിന്റിലെ വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഏതാനും വള്ളങ്ങൾ. ഇവർക്കുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. What I'm telling you, we want silence in the boat. If you want a fair start, you have to listen and do what you're asked to do. Okay? So you know what boat you're in. So listen to what's been told. Listen to me and your helm. വള്ളക്കാർക്കുള്ള ഇൻസ്ട്രക്ഷൻ ആണ് അദ്ദേഹം കൊടുക്കുന്നത്. ഫിനിഷിംഗ് ലൈനിൽ നിന്നും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വന്ന എല്ലാ ടീമുകളെയും ലൈനപ്പ് നിർത്തി ലൈനപ്പായി Keep coming forward, lane 3. Stop your boat, lane 1 and 2. Stop your boat. One stroke backwards, lane 1 and 2. Okay. Slow your boat, lane 3. Stop your boat, lane 3. Stop. Are you ready? Attention. Go! ഇതാണ് വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ്. ഇവിടെ മുതൽ ഫിനിഷിംഗ് ലൈൻ വരെ ഏകദേശം 200 മീറ്റർ നീളമുണ്ട്. 55-54 സെക്കൻഡിലാണ് ഈ വർഷത്തെ പല ബെസ്റ്റ് ടൈമിൽ തീർത്ത ടീമുകളുടെ സമയം. വീണ്ടും മറ്റൊരു ഹീറ്റ്സിലെ സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ കാണുന്ന പോലെ അത്ര എളുപ്പമുള്ള ഒരു ജോലിയല്ല ഈ വള്ളം തുഴയുക എന്നുള്ളത്. എല്ലാ ടീം അംഗങ്ങളും ഒരേ താളത്തിൽ ഒരേപോലെ തുഴഞ്ഞില്ലെങ്കിൽ ആ ടീമിൻ്റെ വള്ളത്തിന് സ്പീഡ് ഉണ്ടാകില്ലെന്നാണ് പൊതുവെ അറിയാൻ കഴിഞ്ഞത്. നിങ്ങളീ കാണുന്നത് കേരള ഹൗസ് സംഘടിപ്പിക്കുന്ന 2024 ജലോത്സവത്തിൻ്റെ ഫൈനൽ മത്സരങ്ങളാണ്. ഹീറ്റ്സിൽ ബെസ്റ്റ് ടൈം രേഖപ്പെടുത്തിയ 3 ബോട്ട് ക്ലബ്ബുകളാണ് ഇപ്പോൾ ഫൈനൽ മത്സരത്തിനെത്തിയിരിക്കുന്നത്. നീല ജേഴ്സി അണിഞ്ഞ് ഇടതുഭാഗത്ത് തുഴഞ്ഞു വരുന്നത് ആഹാ ബോട്ട് ക്ലബ്ബ്. നടുക്ക് മഞ്ഞ ഓറഞ്ച് ജേഴ്സിയിൽ തുഴഞ്ഞു വരുന്നത് പുന്നമട ബോട്ട് ക്ലബ്ബ്. വലതുഭാഗത്ത് ചുവപ്പ് കറുപ്പ് ജേഴ്സിയിൽ തുഴഞ്ഞു വരുന്നത് കുട്ടനാട് ബോട്ട് ക്ലബ്ബ്. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ 3 വള്ളങ്ങളും ഒപ്പത്തിനൊപ്പമാണ്. എല്ലാവരും പ്രാക്ടീസ് ചെയ്തതിൻ്റെ എല്ലാം കാണിച്ചുകൊണ്ട് നല്ല രീതിയിൽ തുഴഞ്ഞുകൊണ്ടാണ് വരുന്നത്. ആര് ജയിക്കും ആര് തോക്കുമെന്ന് ഇവിടെ നിന്ന് നമുക്കിപ്പോൾ നോക്കിയാൽ പറയാൻ സാധിക്കുന്നില്ല. ചെറിയൊരു വളവുണ്ട് നമ്മുടെ ഈ ട്രാക്കിന്. അത് പങ്കായം പിടിക്കുന്നയാൾ നല്ല രീതിയിൽ മാനേജ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ജയിക്കുന്ന ടീമിന് തോൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇതാ ഇപ്പം മത്സരം ഫിനിഷിംഗ് എത്തിയിരിക്കുന്നു. ആഹാ സെവൻസ് അയർലൻഡ് ഈ വർഷത്തെ കേരള ഹൗസ് ജലോത്സവത്തിൻ്റെ ജേതാക്കളായിരിക്കുന്നു. വിജയം ആഘോഷിക്കുന്ന ആഹാ സെവൻസിൻ്റെ പ്ലെയേഴ്സിനെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഹലോ, ജലോത്സവത്തിൻ്റെ മത്സരഫലം വന്നിരിക്കുന്നു. 1ാം സ്ഥാനം ആഹാ ബോട്ട് ക്ലബ്ബ്, 2ാം സ്ഥാനം പുന്നമട ബോട്ട് ക്ലബ്ബ് ആൻഡ് 3ാം സ്ഥാനം കുട്ടനാട് ബോട്ട് ക്ലബ്ബ്. ഇപ്പോൾ മത്സരത്തിൻ്റെ സമ്മാനദാനമാണ് ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.
മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.